ഇന്ന് ഡെയിലി ഡയറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തലേ ദിവസത്തെ അത്താഴത്തിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. അതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ബ്രെയിനിൻ്റെ ഫുഡാണ്. പ്രോട്ടീൻസും ന്യൂട്രിയൻസും അടങ്ങിയതായിരിക്കണം പ്രഭാത ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കാപ്പിയോ ചായയോ കുടിക്കാൻ പാടില്ല. കാപ്പിയും ചായയും ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ ഇല്ലാതാക്കും. നിർബന്ധമാണെങ്കിൽ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപോ 1 മണിക്കൂർ ശേഷമോ കുടിക്കാം. ശരീരത്തിൻ്റെ സെൽസുകൾ പ്രവർത്തിക്കുന്നതിന് പ്രഭാത ഭക്ഷണം അത്യാവശ്യമാണ്. വളരെ കുറച്ചാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. മൈദ കലർന്ന ആഹാരങ്ങൾ ഉപേക്ഷിക്കണം. കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഒരുപക്ഷെ ഡെയിലി മൈദ കലർന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാവാം. മധുരം കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ വെറും വയറ്റിൽ കഴിക്കരുത്. വേണമെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ ഒപ്പമോ കഴിക്കാം. ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം. ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. വല്ലപ്പോഴും ഹെവി ഫുഡ്സ് കഴിക്കാം. കേരളത്തിൻ്റെ തനത് വിഭവമായ സദ്യ നല്ലതാണ്. പിന്നെ 4 മണിക്ക് ചായ കുടിക്കാം. കൂടെ സ്നാക്സ് നിർബന്ധമാണെങ്കിൽ ആകാം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. മത്സ്യം, മാംസം തുടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇനി അത്താഴം കഴിവതും നേരത്തെ തന്നെ കഴിക്കുക. ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ ചൂട് രാത്രി 9 മണിയാകുന്നതോടുകൂടി പൂർണ്ണമായും ഇല്ലാതാകും. അതിനു മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം. വൈകുന്നതോടുകൂടി പിന്നെ ഭക്ഷണം കഴിക്കുന്നത് വിഷം കഴിക്കുന്നത് പോലെയാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പഴവർഗ്ഗങ്ങളും ഇടയ്ക്ക് കഴിക്കാം. വെള്ളം നമുക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ കുടിക്കാം. അതിന് അളവ് വെച്ച് കുടിക്കണം എന്നൊന്നുമില്ല. രാത്രി നന്നായി ഉറങ്ങണം. കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും. അഥവാ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് പകലത് ഉറങ്ങിത്തീർക്കണം. ഈ വിധത്തിൽ ദിവസവും ചെയ്യാൻ സാധിച്ചാൽ ആരോഗ്യമായിട്ടിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അസുഖങ്ങൾ ഒരു പരിധിവരെ അകറ്റി നിർത്താം. ഒരു ആഹാര പദാർത്ഥങ്ങളും സ്ഥിരമായി കഴിക്കരുത്. അത് പല അസുഖങ്ങൾക്കും കാരണമാകും. വായുടെ രുചി മാത്രം നോക്കിയാൽ ആരോഗ്യം നഷ്ടമാകും.